അതുകൊണ്ട് നിനക്ക് ഉപദേശം തരാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ ഇങ്ങനെ ദുഷ്പ്രവൃത്തി ചെയ്യരുത്. അസുര സ്വഭാവം കളഞ്ഞിട്ട് നീ ഭഗവാനെ ഭജിക്കൂ, ശ്രീരാമനെ ഭജിക്കൂ. ശ്രീരാമൻ എന്ത് തെറ്റ് ചെയ്താലും നാമം ജപിച്ചാൽ, ശ്രീരാമനെ ഭജിച്ചാൽ ശ്രീരാമൻ ആ ആളെ രക്ഷിക്കും. എത്ര തെറ്റ് ചെയ്തവനാണെങ്കിലും കൂടി അതൊക്കെ മറന്നിട്ട് ശ്രീരാമൻ അവരെ രക്ഷിക്കും. അതുകൊണ്ട് ശ്രീരാമനെ ഭജിക്കൂ എന്ന് പറഞ്ഞ് കുറേ ഉപദേശങ്ങൾ കൊടുക്കും. അപ്പോൾ രാവണന് ദേഷ്യം വരും. രാവണൻ ദേഷ്യം വന്നിട്ട് പറയും, ഇത്ര ധിക്കാരിയോ നീ എൻ്റെ മുമ്പിലിരുന്നിട്ട് ഇങ്ങനെ എന്നോട് എനിക്ക് ഉപദേശം തരാൻ? അപ്പം നിന്നെ ഞാൻ വധിക്കും പറയും. അവർ നിന്നെപ്പോലെ 100,000 രാവണന്മാർ വന്നാലും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. ആയുധധാരികളായിട്ട് ആരുമില്ലേ? ആയുധം ധരിച്ച അസുരന്മാരാരുമില്ലേ ഈ ദുഷ്ടനെ കൊല്ലാൻ? ഇവൻ എന്നോട് ധിക്കാരം പറയുന്നത് നോക്ക്. എൻ്റെ മുമ്പിലിരുന്ന് എന്നോട് ഇങ്ങനെ ധിക്കാരം പറയുക. അപ്പോൾ ഒരു അസുരൻ വാളുമായിട്ട് ഹനുമാൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വിഭീഷണൻ കാണും. രാവണൻ്റെ അനിയനാണ് വിഭീഷണൻ. രാവണൻ്റെ ഒരനിയൻ കുംഭകർണൻ, പിന്നെ ഒരു അനിയൻ വിഭീഷണൻ. ആ വിഭീഷണൻ ശ്രീരാമഭക്തനാണ്, നല്ല സ്വഭാവമുള്ള ആളാണ്. ആ വിഭീഷണൻ പറയും, ദൂതന്മാരെ കൊല്ലാൻ പാടില്ല. ദൂതന്മാരെ കൊന്നാൽ അവരെങ്ങനെ വിവരം അറിയാം? ഇവിടെ വന്ന് കണ്ടുപോയി എന്നുള്ള വിവരം ശ്രീരാമൻ അറിയണമെങ്കിൽ ഈ ഹനുമാനെ കൊന്നാൽ പിന്നെ ശ്രീരാമന് വിവരം വല്ലതും അറിയാൻ പറ്റുമോ? അതുകൊണ്ട് കൊല്ലാൻ പാടില്ല. എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടാക്കി അയക്കാനേ പാടുള്ളൂ. നല്ല അവർക്ക് കണ്ടാൽ മനസ്സിലാവുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടാക്കണം, അതാ വേണ്ടതെന്ന് പറയും. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് പറയും, എന്താ അടയാളം ഉണ്ടാക്കുക?